കഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ 14ഓളം പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചിട്ടും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് LDF കഞ്ചാർ മണ്ഡല കമ്മിറ്റി. കഞ്ചാർ പഞ്ചായത്തിൽ മലമ്പനി വ്യാപിക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടും ഗ്രാമപഞ്ചായത്ത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കിയിട്ടില്ല എന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയും തെറ്റായ പ്രചരണവും അവസാനിപ്പിച്ച പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരവുമായി LDF രംഗത്ത് വരുമെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് അതിർത്തിയിൽ ഇതിനോടകം 14 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 2 പേർ മരിച്ചു. ഇതിൽ ഒരാൾക്ക് മാത്രമേ രോഗം സ്ഥിരീകരിച്ചുള്ളൂ എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. മറ്റൊരാളുടെ കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ഇയാളും പനി ബാധിച്ചാണ് മരിച്ചത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രോഗം സ്ഥിരീകരിക്കുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ്. കാഞ്ചിയാറ്റിൽ 14 പേർക്ക് മലേറിയയും 5 പേർക്ക് മന്ദരോഗബാധയും 4 പേർക്ക് HIV സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രോഗബാധകളെ പ്രതിരോധിക്കുവാൻ ക്രിയാത്മകമായ ഒരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പേരിന് മാത്രം ഒരു യോഗം വിളിച്ചു ചേർത്തല്ലാതെ ഒരു തുടർ പ്രവർത്തനവും ഇതുവരെ നടത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ അവരുടേതായ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ കാര്യക്ഷമമായ ഇടപെടലില്ല. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അനാവസ്ഥ വെടിഞ്ഞ് അടിയന്തരമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് LDF പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പഞ്ചായത്തിന്റെ ഹാളിൽ ഒരു ഇന്റർ സെക്ടറൽ യോഗം വിളിച്ചു ചേർത്ത് അവിടെ തീരുമാനമെടുക്കും എന്നറിയിച്ച് ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്നു. ഉദ്യോഗസ്ഥ മേധാവികളും പൊതുപ്രവർത്തകരും എല്ലാം പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ്, പങ്കെടുത്ത ജില്ലാ പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഭരണകക്ഷി അംഗങ്ങളെല്ലാം യോഗം തുടങ്ങി 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഫലപ്രദമായി ഈ യോഗത്തിൽ തീരുമാനമെടുത്ത് അവിടെ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാക്കി സഭയെ തീരുമാനം അറിയിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് അതോടൊപ്പം മെമ്പർമാരും മറ്റ് ജനപ്രതിനിധികളെ ഇറങ്ങിപ്പോയിട്ട് നടന്നിട്ടില്ല. ആ യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകരും മാത്രമാണ് പിന്നെ അവശേഷിച്ചത്, ഏതാനും ആളുകൾ. അപ്പൊ അവര് ഇത് ചൂണ്ടിക്കാണിച്ച ഞങ്ങളെ രാഷ്ട്രീയം പറയുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഉള്ള കാര്യം ചൂണ്ടിക്കാണിച്ച ഞങ്ങൾ ഇത് ആവർത്തിക്കരുത്, നേരിടാൻ എല്ലാ പിന്തുണയും രാഷ്ട്രീയമില്ലാതെ ഈ മഹാമാരിയെ ചെറുക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകാമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. എന്നാൽ ഞങ്ങളെ രാഷ്ട്രീയം കളിക്കുന്നു, ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നു എന്ന രൂപത്തിൽ വ്യാജ പ്രചരണം നടത്തി LDFനെ അവഹേളിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണം. അതിഥിതൊഴിലാളികൾ താമസിക്കുന്ന മേഖലകളിലാണ് കൂടുതലും രോഗം പടരുന്നത്. എന്നാൽ പഞ്ചായത്തിൽ ഇതര സംസ്ഥാനക്കാരുടെ കൃത്യമായ കണക്കോ മറ്റ് വിവരങ്ങളോ ഇല്ല. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി അതിഥിതൊഴിലാളികളെ കൂട്ടമായി പാർപ്പിച്ചിരിക്കുന്ന നിരവധി കേന്ദ്രങ്ങളുള്ളത്. എന്നാൽ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചോ ഇവിടെ താമസിക്കുന്ന അതിഥിതൊഴിലാളികളെ കുറിച്ചോ വ്യക്തമായ ഒരു സ്ഥിതിവിവരക്കണക്കില്ല. വൃത്തിഹീനമായ ഷെഡുകളിൽ മറ്റുമാണ് ഇവർ താമസിക്കുന്നത്. പലയിടത്തും മതിയായ ശുചിമുറികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ല. തൊഴിൽ ഉടമകളും ഏജന്റുമാരും ഇവരുടെ എണ്ണം കൃത്യമായി അധികൃതർക്ക് നൽകാൻ തയ്യാറാത്ത സ്ഥിതിയുമുണ്ട്. ഓഗസ്റ്റ് 4 വിളിച്ചു ചേർത്ത ഇന്റർ സെക്ടർ യോഗത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അലംഭാവം കാട്ടിയതായും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ അവതാരത്തിലായതും വലിയ ആക്ഷേപത്തിനിടയാക്കുന്നുണ്ടെന്നും LDF നേതാക്കൾ പറഞ്ഞു. ജില്ലാ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ ഇവിടെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഏർപ്പെടുത്തുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ചികിത്സയ്ക്കും ആവശ്യമായ ഫണ്ട്, വാഹനം ലഭ്യമാക്കാൻ നടപടി വേണമെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ LDFന്റെ എല്ലാ സഹകരണം ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാവസ്ഥയും തെറ്റായ പ്രചരണം അവസാനിപ്പിച്ച് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരവുമായി LDF രംഗത്ത് വരുമെന്ന് നേതാക്കളായ ജോസ് ഞായകുളം, KC ബിജു, ബൈജു ഗോപാലൻ, KP സജി, അഭിലാഷ് മാത്യു എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.